Welcome to Thasni's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സുലൈമാനി റെഡിയാക്കി എടുക്കാം. സുലൈമാനി കുടിക്കാൻ ഏറ്റവും നല്ലത് നല്ല ഹെവി മീൽ കഴിച്ചിരിക്കുന്ന സമയത്താണ്, പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ. അതുപോലെ തന്നെ തലവേദന, ക്ഷീണം ഇതൊക്കെയുള്ള സമയത്ത് നമ്മൾ ഉണ്ടാക്കി കുടിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് സുലൈമാനിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുള്ള 2 ഗ്ലാസ് വെള്ളം ഞാൻ ഈ ഒരു ചായപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഏലക്കായ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചതില്ലെന്നുണ്ടെങ്കിൽ 2 ഏലക്കായ ഒന്ന് കുത്തിയിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച പാടെ ഓഫ് ചെയ്യരുത്, കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ളത് ഫ്ലെയിം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചിലർക്ക് പഞ്ചസാര കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി ഇത് തയ്യാറാക്കുന്ന സമയത്ത് 2 പുതിനയില കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല, സാധാരണ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ സുലൈമാനിയുടെ കൂടെ ഞാൻ വെച്ചിട്ടുള്ളത് മാംഗോ പുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.